ഇത് നമ്മുടെ കുഞ്ഞി രഞ്ജിനി. ഡിസ്ട്രിക്ട് ലെവൽ ക്വിസ് മത്സരത്തിന്റെ റിസൾട്ട് വന്നു. നിനക്കാ ഫസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞേ? അത് അനിത ടീച്ചർ പറഞ്ഞതാ. ഓ, വീടിന്റെ പ്രസരിപ്പ് മുഴുവൻ ഈ കുഞ്ഞ് അനുജത്തിയിലാണ്. ക്വിസിന് ഫസ്റ്റ് കിട്ടിയോണ്ട് നിന്റെ ഗിരിയേട്ടൻ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് തരുമെന്നുള്ളത് ഉറപ്പാ. മമ്മൂട്ടിയുടെ ഒരു പഴയ സിനിമ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അത് തന്നെ നിന്നെ കൊണ്ട് കാണിക്കുന്നു. പോടി. ആ, നിന്റെ ഏട്ടൻ ഓട്ടോ വന്നില്ലേ കുഞ്ഞി? ആ, രശ്മി ചേച്ചി കുട്ടിത്തെ വരൂ. അതിന് അവളവിടെ പോയി. ആള് സ്പോക്കൺ ഇംഗ്ലീഷിൽ ചേർന്നു. എവിടെ? നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്തൊരു കോച്ചിങ് സെന്റർ ഇല്ലേ, അവിടെ. അതേതായാലും നന്നായി. അടുത്ത് ഹോട്ടലും ബേക്കറിയും ഒക്കെ ഉള്ളതുകൊണ്ട് വിശക്കുന്നേ വിശക്കുന്നേ എന്നുള്ള വിളി അങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമല്ലോ. ആ, ദേ ആള് വരുന്നുണ്ട്. ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നേരിട്ടായിക്കോ. ഓ, വരട്ടെ. ഹായ് ഗുണ്ടുമണി, ഹൗ ആർ യു? ഗുണ്ടുമണി നിന്റെ ഇംഗ്ലീഷ് പറ, ഇംഗ്ലീഷ് പറ. പറയാടാ, എന്റെ കോച്ചിങ് ഒന്ന് കഴിയട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്. രശ്മി, നീ വന്നേ. വരാ ചേച്ചി, ഈ ആക്കിട്ട് 10 പറഞ്ഞിട്ട് വരാം. നിന്നോട് വരാനാ പറഞ്ഞേ. വിളിച്ചോണ്ട് പോയേച്ചി. ഇവനൊരു പണി കൊടുക്കണമല്ലോ. വന്നേ, കേറ് കേറ് കേറ്. ഇത് പിടിച്ചു. പെണ്ണ് കെട്ടിക്കാറായെങ്കിലും തന്തയുടെ പേര് കേട്ട ചെറുക്കന് ഇപ്പോഴും നിക്കറേ ഉള്ളൂ. അല്ല പ്രസിഡന്റ്, തിരുവാഭരണത്തിന് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അമ്പലത്തിലാവുമ്പോ ഭഗവതിയുടെ ഒരു കാവലുണ്ടാവുമല്ലോ. അത് താൻ വരത്തനായതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഭഗവതിയുടെ കാവൽ പോലെ തന്നെയാ പടനിലത്തെ പത്മനാഭന്റെ കാവലും. അതിപ്പോ തിരുവാഭരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നാട്ടുകാർക്കൊക്കെ അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞ കരുനീലി കാവിലെ അമ്മയെ പോലെ വിശ്വാസമാണല്ലേ ഈ നാട്ടുകാർക്ക് പത്മനാഭന്. ശത്രു, തിരുവാഭരണം പടനിലത്ത് സൂക്ഷിക്കുന്നത് ഒരു ഐശ്വര്യം തന്നെയാണെന്ന് ഞങ്ങൾ പറയുകയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിലെ കാരണവന്മാരുടെ സുഹൃത്തം കൊണ്ടാ തിരുവാഭരണം ഇവിടെ സൂക്ഷിക്കാനുള്ള ഭാഗ്യം കരുനീലെ കാവിലമ്മ തന്നത്. ഇനി അങ്ങോട്ടെന്നും അതിനുള്ള ഭാഗ്യം തരണേന്ന് മാത്രമാണ് ഇപ്പോഴുള്ള എന്റെ പ്രാർത്ഥന. തിരുവാഭരണം കൊണ്ടുപോകാനുള്ള സമയമായില്ലേ? വന്നോളൂ. നകുലനെത്തിയോ? ഇല്ല. വിളിച്ചിട്ട് അവനോട് വേഗം വരാൻ പറ. ദാരികനെ വധിച്ച ശേഷവും അടങ്ങാത്ത കോപത്തോടെ നിൽക്കുന്ന ഭദ്രകാളി ദേവിയെ ശാന്തയാക്കുന്ന തിരുമുടിയേന്തൽ ചടങ്ങിന് മുഹൂർത്തമാവുകയാണ്. ദാരികന്റെ ശിരസുമായി ലോകം മുഴുവൻ മുടിപ്പിക്കാൻ കലിപൂണ്ടു നിൽക്കുന്ന, തിന്മയെ മുച്ചൂടും നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന അമ്മ മഹാകാളിയെ നമ്മുടെ ദേശത്തിന് പുറത്തു പോകാൻ അനുവദിക്കാതെ ഈ കരിനീലിക്കാവിന്റെ രക്ഷയ്ക്കായി ഇവിടെ തന്നെ കുടിയിരുത്തണം. അതുകൊണ്ട് ഭക്തജനങ്ങളെല്ലാവരും അമ്മയുടെ നാമങ്ങൾ ഉരുവിട്ട് അമ്മയെ ശാന്തയാക്കണം. അമ്മേ ദേവി മഹാമായേ.
ദേവിയുടെ തിരുമുടി ഏറ്റാനുള്ള സമയമായി. അല്ല, ഗിരി എവിടെ? വിളിക്ക്. പത്മനാഭ, നീ ഈ നാട്ടിലെ വലിയ ജന്മിയാണെന്ന് കരുതി ഈ അമ്മയുടെ അവകാശം മുഴുവൻ നിനക്ക് തീരെഴുതി തന്നിരിക്കാം. ധർമ്മരാജ, ഇയാൾക്കിപ്പോ എന്തുവാ വേണ്ടേ? ഗിരി തിരുമുടി ഏറ്റുമെന്ന് നിങ്ങൾ കുടുംബക്കാർ മാത്രം തീരുമാനിച്ചാൽ മതി. ധർമ്മരാജ, ഇക്കണ്ട ജനങ്ങളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് തിരുമുടി ഏറ്റല് കാണാനാ, അല്ലാതെ ഒരു ലഹള കാണാനല്ല. ഞാൻ ലഹളയ്ക്ക് വന്നതാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഒരു ലഹളയ്ക്കും താല്പര്യമില്ല. പത്മനാഭ, നീ ഈ ഉത്സവത്തിന് വേണ്ടി പണം മുടക്കുന്നെങ്കിൽ അതുപോലെ കാലാകാലങ്ങളായി ലക്ഷോപലക്ഷം പണം ഞാനും ഈ അമ്പലത്തിന് ഉത്സവത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ തിരുമുടിയേറ്റിന്റെ അവകാശം ഞങ്ങൾക്ക് വേണം. തിരുമുടി ഞങ്ങൾ എടുക്കും. അതെ, അമ്മയ്ക്ക് മകനെ എടുക്കാം. പക്ഷേ ഒരു മകനെ ഈ അമ്മ എടുക്കണമെങ്കിലേ ആ മകൻ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം.